ഹായ്, ഇന്ന് 11th ചാപ്റ്റർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻ ഓൺ ക്രെഡിറ്റ് ആർ ഓൺ ദ റൈസ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കടമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്താവുന്നുണ്ട്, ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ബ്ലോക്കായിരിക്കുമ്പോൾ പിന്നെ ട്രാൻസാക്ഷൻസ് ഒന്നും എന്താവില്ല, ഫുൾഫിൽ ആവില്ല. ദെൻ ദർ ഇസ് നോ സർട്ടനിറ്റി വെൻ ദ എമൗണ്ട് വിൽ ബി പെയ്ഡ്. എപ്പോഴാണ് എമൗണ്ട് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഈസ് ഗിവിംഗ് ദിസ് ഫാക്ട് ഇൻ റൈറ്റിംഗ് ദ പ്രോപ്പർ ഫോം സോ ദാറ്റ് ദ ബയർ ഓർ ഡെപ്റ്റർ ഹാസ് ടു പേ എ ഡിഫൈൻ സം ടു ദ സെല്ലർ ഓർ ക്രെഡിറ്റർ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദ എക്സ്പയർ ഓഫ് എ സർട്ടൻ പീരീഡ്. അപ്പോൾ ഒരു കാലാവധി ഇടുകയാണ് ബയ്യറും സെല്ലറും. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമൽ ഡോക്യുമെൻറ്റ് ഡ്യൂലി സൈൻ ചെയ്യുന്നുണ്ട് ബൈ ബോത്ത് ദ പാർട്ടീസ്, അതായത് ബയ്യറും സെല്ലറും. അങ്ങനെ രണ്ട് പേരും ഒരു കരാറിൽ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. വെൻ സച്ച് എ ഡോക്യുമെൻ്റ് ഈസ് ഗിവൻ ബൈ ദ ഡെപ്റ്റർ ഓർ ബയ്യർ ഫ്രം ഹിസ് ഓൺ സൈഡ് ഇറ്റ് ഈസ് കോൾഡ് പ്രോമിസറി നോട്ട്. ഇപ്പോൾ ഡെപ്റ്ററോ അല്ലെങ്കിൽ ബയ്യറോ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളായിരിക്കും ബയ്യർ. അപ്പോൾ അവരെ സൈഡിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പ്രോമിസറി നോട്ട് എന്നുള്ളത്. ദീസ് ടു ഡോക്യുമെൻറ്റ്സ് വെൻ പ്രിപ്പയർ ആസ് പെർ പ്രൊവിഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. സോ ഇത് 1881 ആക്ട് പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പ്രകാരമാണ് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സും എന്ത് ചെയ്യുന്നത്, ലീഗലി പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് സെല്ലറും ബയ്യറും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയ്യർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് പ്രോമിസറി നോട്ട്. സെല്ലറും പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റിൻ്റെ പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് പ്രോമിസറി നോട്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ ഡ്രോയി ആരാ, ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസോണർ ഓഫ് ബില്ല്, റിന്യൂവൽ എന്നുള്ളതൊക്കെ. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മീനിങ് സെക്ഷൻ 5, അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഓഫ് 1881, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് റൈറ്റിംഗ് കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇതാണ് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനേഷൻ, മീനിങ് ഒക്കെ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സെക്ഷൻ 5 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം 1881 പറഞ്ഞിരിക്കുന്ന ലീഗൽ ഫോർമാലിറ്റീസൊക്കെ ബയ്യറും സെല്ലറും കൂടി ഒബേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലറും ബയ്യറും എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൽ എന്താണ് ഇത്ര എമൗണ്ട് ഇത്ര തീയതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും രണ്ട് പാർട്ടീസും രണ്ട് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി സൈൻ ചെയ്ത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റർ എന്താണ്, ഡെപ്റ്റർ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട്. അപ്പോൾ എന്താണ്, എമൗണ്ട് ഉള്ളതുപോലെ പേ ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനും കൂടി അവിടെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറയുന്നത്. ദ സ്പെസിഫൈഡ് എമൗണ്ട് ഈസ് പേയബിൾ ടു ദ പേഴ്സൺ നെയിംഡ് ഇൻ ദ ബിൽ. അപ്പോൾ ആർക്കാണോ വ്യക്തിയുടെ പേര് എന്ത് ചെയ്യും, സെല്ലറും ബയ്യറും ഇൻഡിവിജ്വലി ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ സെല്ലർക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഒരു സ്പെസിഫൈഡ് എമൗണ്ടും ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തിയ എമൗണ്ടും, അതുപോലെ തന്നെ ഒന്നിൽ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ പേരോ ആണ് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓർ ടു ഹിസ് ഓർഡർ ഓർ ടു ദ ബിയറർ, അല്ലെങ്കിൽ അവർക്ക് പകരമുണ്ടാവുമല്ലോ അവരുടെ പേരിലേക്കെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഇങ്ങനെ ഒരു ഫോം ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദ ബിൽ മസ്റ്റ് ബി സൈൻഡ് അക്സെപ്റ്റഡ് ബൈ ദ മേക്കർ. ആരാണോ ബില്ല് മേക്ക് ചെയ്യുന്നത് അവർ നിർബന്ധമായിട്ടും സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദ ബിൽ സ്പെസിഫൈ ദ ഡേറ്റ് ബൈ വിച്ച് ദ എമൗണ്ട് ഷുഡ് ബി പെയ്ഡ്. അപ്പോൾ ബില്ലിലുണ്ടാവും ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എമൗണ്ട് എന്താവുന്നത്, പേ ആയി വരുന്നത്. ഇറ്റ് ക്യാൻ ബി പേയബിൾ ടു ദ ബിയറർക്കും എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും ഓൺ ബിഹാഫ് ഓഫ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സെല്ലർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബയ്യർ ഇല്ലെങ്കിൽ അവർക്ക് പകരം ആരാണോ
ഏറ്റെടുക്കുന്നത്. അവർക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എമൗണ്ട് കയ്യിൽ കൊടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ഇനി പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 4 പാർട്ടീസിൻ്റെ പേരാണ്, പക്ഷെ 2 ഉള്ളൂ. രണ്ടും സെയിം ഇതുപോലെ തന്നെയാണ്, പക്ഷെ വേറെ 4 പേരിലാണ് പറയുന്നത്. ഡ്രോയർ, ഡ്രോയി, അക്സെപ്റ്റർ, പേയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രോയർ എന്ന് പറയുമ്പോൾ ഡ്രോയർ ഈസ് എ പേഴ്സൺ ഹൂ റൈറ്റ് അല്ലെങ്കിൽ മേക്ക് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണോ എഴുതുന്നത് അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്നത്. ഹി ഈസ് ജനറലി ദ ക്രെഡിറ്റർ ഹു ഹാഡ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സാധനം കടമായിട്ട് വിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രോയർ എന്ന് പറയുന്നത്. ഓക്കെ. ഡ്രോയി ഈസ് എ പേഴ്സൺ അപ്പോൺ ഹും ദ ബിൽ ഈസ് ഡ്രോൺ. ഹി ഈസ് ജനറലി ദ ഡെപ്റ്റർ ടു ഹും ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ആരാണ് കടമായിട്ട് വാങ്ങിയത് എന്നുള്ള ആളെയാണ് നമ്മൾ ഡ്രോയി എന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ബിൽ ഈസ് ജനറലി സൈൻഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി. അപ്പോൾ നിർബന്ധമായിട്ടും ഡ്രോയിയും അതുപോലെ തന്നെ ബില്ല് ഉണ്ടാക്കുന്ന ആളും വാങ്ങുന്ന ആളും അവരെ പേരും ഡീറ്റെയിലും പിന്നെ 2 പേരെ സൈനും നിർബന്ധമായിട്ടാണ് പറയുന്നത്. ഇനി അക്സെപ്റ്റർ. ഹി ഈസ് എ പേഴ്സൺ ഹു അക്സെപ്റ്റ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ജനറലി ഡെപ്റ്റർ, ഡ്രോയി ഈസ് അക്സെപ്റ്റർ. But sometimes a bill of exchange may accepted by someone also on behalf of the debtor or drawee. അല്ലെങ്കിൽ ഇൻ കേസ് ഡ്രോയറും ഡ്രോയിയും ഇല്ലാത്ത സിറ്റുവേഷനിൽ ആരാണോ ഏറ്റെടുക്കുന്നത് അവർക്കാണെങ്കിലും ഏറ്റെടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. നോർമലി ദ ഡ്രോയി ആൻഡ് ദ അക്സെപ്റ്റർ ആർ സെയിം പാർട്ടി. അപ്പോൾ ഡ്രോയിയും അക്സെപ്റ്ററും സെയിം പാർട്ടീസ് ആണെന്നാണ് പറയുന്നത്. ഇനി പേയി ഈസ് എ പേഴ്സൺ നെയിംഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദ എമൗണ്ട് ഇൻ ദ bill is paid to payee. In most case drawer and payee are will be same. അപ്പം പേയിയും ഡ്രോയറും ആരാണ്, സെയിം ആളാണ്. അതായത് സാധനം കടമായി വിൽക്കുന്ന ആളെയാണ് ഡ്രോയർ അല്ലെങ്കിൽ പേയി എന്ന് പറയുന്നത്. ഓക്കെ. സാധനം കടമായിട്ട് എടുക്കുമല്ലോ അവരെയാണ് ഡ്രോയി അല്ലെങ്കിൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബയ്യറും സെല്ലറും. അപ്പോൾ ഡ്രോയർ, പേയി സെല്ലറായിരിക്കും, ഡ്രോയി അക്സെപ്റ്റർ ബയ്യർ ആയിരിക്കും. സാധനം കടമായി വാങ്ങുന്ന ആൾക്കാരെയാണ് ഈ പേരിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അറിയപ്പെടുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സ്പെസിമെൻ ഫോമാണിത്. ഇതുപോലെ ആയിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സ്പെസിമെൻ അല്ലെങ്കിൽ ഫോർമാറ്റ് വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മേലെ ഏറ്റവും പ്ലേസും ഡേറ്റും മെൻഷൻ ചെയ്യുക, എമൗണ്ട് എത്രയാണെന്നുള്ളതും, സ്റ്റാമ്പ് 2 ആർക്കാണെന്നുള്ളതും, പിന്നെ 3 months ആഫ്റ്റർ ഡേറ്റ്. 3 മാസമാണ് ഒരു ബില്ലിൻ്റെ കാലാവധി ഇടുന്നത്. 3 മാസം 3 എക്സ്ട്രാ ഗ്രേസ് ഡേയ്സ് എന്നാണ് പറയുക, 3 എക്സ്ട്രാ ദിവസം കൊടുക്കുന്നതിന്. അങ്ങനെ ആരാണോ മേക്ക് ചെയ്തത് അവരെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്പെസിമെൻ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് പ്രോമിസറി നോട്ട്. ഇതും സെക്ഷൻ 4 ബിൽ ഓഫ് എക്സ്ചേഞ്ച് വന്നിട്ട് സെക്ഷൻ 5 ആണ്. പ്രോമിസറി നോട്ട് വന്നിട്ട് സെക്ഷൻ 4 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഓഫ് 1881. എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of a certain person. ഇതും അത് തന്നെയാണ് പറയുന്നത്. ബയ്യർ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ബൈ ദ മേക്കർ ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട്. ഇപ്പോൾ ബയ്യറും സെല്ലറും ആയിരിക്കുമല്ലോ പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ സെല്ലർ കടമായിട്ട് ഗുഡ്സ് സോൾഡ് ചെയ്യുകയാണെങ്കിൽ ബയ്യർ പൈസ കൊടുക്കണം. അപ്പോൾ അവർ 2 പേരും തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ചൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ബയ്യറും ഒരു പിന്നെന്താ പറയുക ബിസിനസ്സിൽ ഈടുപാടുപെടുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അവർക്കും ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ റിട്ടേൺ അണ്ടർടേക്കിംഗ് ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട്. അപ്പോൾ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ, പ്രോമിസർ അല്ലെങ്കിൽ ബയ്യർ അല്ലെങ്കിൽ എക്സെപ്റ്ററാണ് ബയ്യറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അവർ നിർബന്ധമായിട്ടും സൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈ ദ നെയിം ഓഫ് ദ പേയി. ആരാണോ സെല്ലർ അവരുടെ പേര് നിർബന്ധമായിട്ട് സ്പെസിഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
ദ സ്പെസിഫൈ എമൗണ്ട് ഈസ് പേയബിൾ ടു ദ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ടു ഹിസ് ഓർഡർ. അപ്പോൾ എത്ര പെർട്ടിക്കുലർ എമൗണ്ട്, ആ പെർട്ടിക്കുലർ എമൗണ്ട് ആർക്കാണോ എത്തിച്ചേരേണ്ടത് അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് പകരം ആരാണ് ഇൻ കേസ് ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നിർബന്ധമായിട്ടും സ്റ്റാമ്പ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രോപ്പർ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പെയ്ഡ് ഓൺ പ്രോമിസറി നോട്ട്. ഇറ്റ് ഈസ് നോട്ട് പേയബിൾ ടു ദ ബിയറർ. അപ്പോൾ ബിയറർക്ക് കൊടുക്കുന്നില്ല എന്നാണ്, പേയബിൾ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ കേസ് എന്താണ്, യഥാർത്ഥത്തിലെ പേയബിൾ ഇല്ലെങ്കിൽ അവർക്ക് പകരം ആരാണോ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പാർട്ടീസ് ഓഫ് എ പ്രോമിസറി നോട്ടിലെ പാർട്ടീസ് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയർ, ഡ്രോയി, പേയി. അപ്പോൾ ഹീ ഈസ് എ പേഴ്സൺ ഹു മേക്സ് എ പ്രോമിസ് ടു പേ ദ എമൗണ്ട്. അപ്പോൾ പ്രോമിസ് ചെയ്യാണ് ഞാൻ ഇത്രയും എമൗണ്ട് പേ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഹീ ഈസ് എ ഡെപ്റ്ററാണ്, അതായത് ബയ്യറിനെയാണ് നമ്മൾ പറയുന്നത്. Drawee, he is a person in whose favor the promissory note is drawn. Generally, he is a creditor. In a promissory note, the drawee and the payee are the same party. അപ്പോൾ പ്രോമിസറി നോട്ടിൽ ഡ്രോയിയും പേയും സെയിം പാർട്ടി ആണെന്നാണ് പറയുന്നത്. അതായത് സെല്ലറിനെയാണ് അങ്ങനെ പറയുന്നത്. ദ പേ ഈസ് എ പേഴ്സൺ ടു ഹും പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഹി ഈസ് എ ക്രെഡിറ്റർ. പേയ്മെൻറ്റ് കയ്യിൽ കിട്ടുന്ന ആളെയാണ് സെല്ലർ എന്ന് പറയുന്നത്, പേയി. ഓക്കെ. ഇനി പ്രോമിസറി നോട്ടിൻ്റെ ഒരു സ്പെസിമെൻ ഫോം, അതും ഏകദേശം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെത് പോലെ തന്നെയാണ്. എമൗണ്ട് സ്റ്റാമ്പ് ഇടുന്നുണ്ട്, ഡേറ്റും പ്ലേസും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങളോട് പ്രോമിസറി നോട്ടിൻ്റെ ഫോർമാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇവിടെയും 3 months 3 എക്സ്ട്രാ ഡേയ്സും ഉണ്ടാകും. ഓക്കെ. ഈ എമൗണ്ട് നമ്മൾ വേർഡിൽ തന്നെ എഴുതേണ്ടതായിട്ട് വരും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഓർഡർ ടു പേ. ഒരു ഓർഡറാണ് പേ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രോമിസറി നോട്ട് പ്രോമിസ് ചെയ്യാണ്. ഇറ്റ് കണ്ടെയ്ൻ എ പ്രോമിസ് ടു പേ. ഇറ്റ് അക്വയർ അക്സെപ്റ്റൻസ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ആൻ അക്സെപ്റ്റൻസ്. അപ്പോൾ ഇവിടെ അക്സെപ്റ്റൻസ് വേണം, ഇവിടെ അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ക്രെഡിറ്റർ ഈസ് എ ഡ്രോയർ, ഡെപ്റ്റർ ഈസ് എ ഡ്രോയർ. അറിയാവുന്നതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലോ. ദ ലയബിലിറ്റി ഓഫ് ദ ഡ്രോയർ അറൈസ് ഓൺലി ഇഫ് ദ അക്സെപ്റ്റർ ഡസ് നോട്ട് പേ. അപ്പോൾ അക്സെപ്റ്റർ പേ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ലയബിലിറ്റി അല്ലെങ്കിൽ ഡ്രോയറിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ദ പ്രോമിസർ ഹാസ് ദ പ്രൈമറി ലയബിലിറ്റി ടു പേ. അപ്പോൾ പ്രോമിസറാണ് ആദ്യം ബാധ്യതയായിട്ടുള്ളത്. അടയ്ക്കേണ്ട ബാധ്യത ആർക്കാണുള്ളത്? പ്രോമിസർ, ബയ്യർക്കാണുള്ളത്. ദ ഡ്രോയർ ആൻഡ് പേയി ആർ ദ സെയിം പാർട്ടി. ഇവിടെ ഡ്രോയിയും പേയിയുമാണ് സെയിം പാർട്ടി. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്സെപ്റ്റർ ആൻഡ് ഡ്രോയർ ഇസ് എ സെയിം പാർട്ടി. ഓക്കെ. അപ്പോൾ ഡ്രോയറും പേയും ഒരാളാണ്, അക്സെപ്റ്ററും ഡ്രോയിയും ഒരാളാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടേംസ് ഓഫ് ബില്ല്. ടേംസ് ഓഫ് ബില്ലിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിക്കോളൂ. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ബില്ല് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെക്ക് തരുമല്ലോ. നമ്മുടെ ചെക്കിൻ്റെ കാലാവധി 3 മാസമാണല്ലോ. അതേപോലെ തന്നെ ആ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല, ആ പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടില്ല. സോ അതിൻ്റെ മുമ്പേ നമ്മൾ ക്യാഷ് ആക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. ലീഗലി നമ്മൾ മീറ്റ് ചെയ്യേണ്ട വരും, ഒരുപാട് കാര്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബിക്കംസ് ഡ്യൂ. അപ്പോൾ അടയ്ക്കേണ്ട ലാസ്റ്റ് തീയതി ആവുന്നതിനെയാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്, ടു അസർട്ടൈൻ ദ പീരിയഡ് ഓഫ് ദ ബിൽ 3 extra days are added which can be called as days of grace to calculate the date of maturity. അപ്പോൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതെന്താണ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 extra days, 3 extra days ഡ്യൂ ഡേറ്റും, അതായത് ഒരു കാലാവധി 3 മാസമാണല്ലോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ കൊടുക്കുന്നത്. 3 മാസവും 3 extra ഡേയ്സും കൂടി അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ബിൽ അറ്റ് സൈറ്റ്. ബിൽസ് വിച്ച് ആർ പേയബിൾ ഓൺ പ്രസൻറ്റേഷൻ ടു ദ ഡ്രോയി ആർ നോൺ ആസ് ബിൽ അറ്റ് സൈറ്റ് ഓർ ഡിമാൻഡ് കേട്ടോ. പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പേയബിൾ ചെയ്യുന്ന ആളാണ് ബിൽ അറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ബിൽസ് ആഫ്റ്റർ ഡേറ്റ് എന്ന് പറയുമ്പോൾ ദ പീരിയഡ് ഈസ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ദ ബിൽ ഇൻ
ബിൽ ആഫ്റ്റർ ഡേറ്റ്. അപ്പം നമ്മുടെ മെച്യൂരിറ്റി കഴിയുമല്ലോ, അതാണ് ആഫ്റ്റർ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബില്ലിൽ ഡിസ്കൗണ്ടൊക്കെ അലോ ചെയ്ത് കൊടുക്കുമല്ലോ. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് 50%, 10% ഡിസ്കൗണ്ടൊക്കെ അലോ ചെയ്ത് തരുന്നു. അതേപോലെ തന്നെ ഇവിടെ ബില്ലിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രോസസ് ഓഫ് റിസീവിങ് ദ ബിൽ എമൗണ്ട് അറ്റ് എ ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡ്യൂ ഡേറ്റ് ഫ്രം ദ ബാങ്ക്. അപ്പോൾ ഡ്യൂ ഡേറ്റിന് മുന്നേ നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടണം, ഡിസ്കൗണ്ട് കിട്ടണം. അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ദ ബിൽ എന്ന് പറയുന്നത്. വെൻ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ് ദ ബാങ്ക് ക്രെഡിറ്റ് ദ ട്രേഡർ അക്കൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സം ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത്തരം ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. The discount is calculated at the lending rate of the bank for the period that extends between the date of discounting of the bill on the date of maturity. അപ്പോൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആവുന്നതിന് മുന്നേ തന്നെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എൻട്രോസ്മെൻറ്റ് ഓഫ് ദ ബിൽ. ദ ഡ്രോയർ മേ ട്രാൻസ്ഫർ ദ ബിൽ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ടു സെറ്റിൽ ദ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. The process of transferring the ownership of the bill in favor of somebody by putting the signature of the holder at the back of the instrument and delivering the same to transferee is known as engrossing the bill. The person who delivers it is engrossed and the person to whom it is delivered is called engrossee. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ ചെക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ ചെക്കിൻ്റെ പുറകിൽ നമ്മളോട് പേരെഴുതി സൈൻ ചെയ്യാൻ പറയുന്നുണ്ടല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ബില്ലിലും എൻട്രോസ്മെൻറ്റ് ഓഫ് ദ ബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ സൈൻ ചെയ്യണം. എന്താണ്, ദ ഡ്രോയർ മേ ട്രാൻസ്ഫർ ദ ബിൽ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ടു സെറ്റിൽ ദ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്, അതായത് സെല്ലറിൻ്റെ കടങ്ങൾ, വാങ്ങിയ കടമായിട്ട് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ സാധനം നമ്മൾ അടച്ചു തീർക്കണമെങ്കിൽ, ബില്ല് അടച്ചു തീർക്കണമെങ്കിൽ അവരുടെ ക്രെഡിറ്റാറിൻ്റെ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യണം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ദ ബിൽ ഇൻ ഫേവർ ഓഫ് സംബഡി ബൈ പുട്ടിങ് ദ സിഗ്നേച്ചർ ഓഫ് ദ ഹോൾഡർ അറ്റ് ദ ബാക്ക്. അപ്പം നിർബന്ധമായിട്ടും ബയ്യർ ആ പെർട്ടിക്കുലർ ഇതിൽ എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം അല്ലേ. സൈൻ ചെയ്താൽ മാത്രമേ, അങ്ങനെ സൈൻ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എൻട്രോസിങ് ദ ബിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദ പേഴ്സൺ ഹൂ ഡെലിവേഴ്സ് ഇറ്റ് ഈസ് എൻട്രോസർ. അപ്പോൾ ആരാണോ അത് വാങ്ങുന്നത് അവരെ നമ്മൾ എൻട്രോസർ എന്ന് പറയും. ആർക്കാണോ ഈ ബില്ല് എത്തിച്ചേരുന്നത് അവരെ നമ്മൾ എൻട്രോസി എന്ന് പറയും. ഇനി അടുത്ത ടേം ഓഫ് ദ ബിൽ. ബിൽ ഈസ് ജനറലി ഡ്രോൺ ഓഫ് എ സർട്ടൺ പീരിയഡ്, സേ ഫോർ 2 months or 3 months. അപ്പം മാക്സിമം 3 months ആണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ബിൽ മേ ബി ഡ്രോൺ പേബിൾ അറ്റ് സൈറ്റ് ഓൺ ഡിമാൻഡ് ആൻഡ് പ്രസൻറ്റേഷൻ ആഫ്റ്റർ ഡേറ്റ് സോ ഓൺ. അപ്പോൾ എന്താണ് നമ്മൾ ടേം ഓഫ് ദ ബിൽ, ഇതിൻ്റെ കാലാവധി, മെച്യൂരിറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, ഇറ്റ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് ഡ്യൂ. ഏത് ഡേറ്റിനാണ് ബില്ല് ഡ്യൂ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ 3 days ഓഫ് ഗ്രേസ്. അപ്പോൾ 3 എക്സ്ട്രാ ഡേയ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ January 1 നമ്മൾ ബില്ല് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കാലാവധി 3 മാസം എന്ന് പറയുമ്പോൾ January, February, March 1 കഴിയണം. ഓക്കെ, അപ്പോൾ March 1 കഴിയുമ്പോൾ April 1 ആകുമ്പോഴാണ് ഈ 3 മാസം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ April 1, 2, 3, അപ്പോൾ April 3 എന്താവുന്നത്, പിന്നെ മെച്യൂരിറ്റി ആവുന്നത്. ഓക്കെ, 3 എക്സ്ട്രാ ഡേയ്സ് കൊടുക്കണം. ഇനി നോട്ടറി പബ്ലിക് ഈസ് ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു എക്സൈസ് ദ പവർ ആൻഡ് ഫങ്ഷൻ റിലേറ്റിംഗ് ടു നോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഡിസോണർ. അപ്പോൾ എന്താണ്, അതായത് ലീഗലി ആണല്ലോ ഇത് പോകുന്നത്. 1881 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നോട്ടറി പബ്ലിക്, ഒരു ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അവരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്ത് ചെയ്യേണ്ട ഒരാളുണ്ട്. ഓക്കെ, ഗവൺമെൻറ്റാണ് അവരെന്ത് ചെയ്യുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇനി നോട്ടിംഗ് ചാർജ്, അവർക്ക് വരുന്ന ചാർജ് എങ്ങനെയാണെന്ന് നോക്കി. ചാർജ് ഇസ് എ ഫീ പേ ടു ദ നോട്ടറി പബ്ലിക് ഫോർ നോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഡിസോണർ. അപ്പോൾ ആരാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വരും, ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലീഗലി സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മളൊരു ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഇനി റിന്യൂവൽ ഓഫ് ബിൽ, വെൻ ദ അക്സെപ്റ്റർ ഓഫ് എ ബിൽ ഈസ്
നോട്ട് ഇൻ എ പൊസിഷൻ ടു മീറ്റ് ദ ബിൽ, ഇപ്പോൾ ബില്ല് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഓൺ ഡ്യൂ ഡേറ്റും ഹി മേ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഹോൾഡർ അക്സെപ്റ്റ് എ ഫ്രഷ് ബിൽ ഇൻ പ്ലേസ് ഓഫ് ദ ഓൾഡ് ബില്ല്. അപ്പോൾ അത് പുതുക്കിയെടുക്കുക. നമ്മളിപ്പോൾ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇൻട്രസ്റ്റ് മാത്രം അടച്ചിട്ട് അത് പുതുക്കി വെക്കുക അല്ലേ. അതേപോലെ തന്നെ റിന്യൂവൽ ഓഫ് എ ബില്ല്, അപ്പോൾ പഴയ ബില്ല് മാറ്റി പുതിയ ബില്ല് എടുക്കുന്നതിനെയാണ് റിന്യൂവൽ ഓഫ് ദ ബില്ല് എന്ന് പറയുന്നത്. ദ ഫ്രഷ് ബിൽ മേ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്റ്റൻഡ് പീരീഡ്, അപ്പോൾ അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റും കൂടി ഇത് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാമ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല്. റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല് എന്ന് പറയുമ്പോൾ എന്താണ്, വെൻ ദ ഡ്രോയി പേയ്സ് ദ ബിൽ ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ് ഇറ്റ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ് ഓഫ് എ ബിൽ. അപ്പോൾ ബില്ല് ബിഫോർ ഡ്യൂ ഡേറ്റ്, കാലാവധി ആവുമല്ലോ, ഇത്ര ടൈമാണ് അതിന് വരിക, ആ ടൈമിൻ്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് എ ബിൽ എന്ന് പറയുന്നത്. ദ ഹോൾഡർ അലോ ഹിം ടു റിബേറ്റ് ഓഫ് സർട്ടൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് എ സർട്ടൻ റേറ്റ് % per annum ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അപ്പോൾ പെർസെൻറ്റേജ് ഒക്കെ ഇവിടെ ഫിക്സ് ചെയ്യും. റിട്ടയർമെൻറ്റ് ഓഫ് എ ബില്ല് റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ അതിന് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത റെക്കോർഡിംഗ് ഓഫ് ബിൽ ട്രാൻസാക്ഷൻ. Before starting recording the bills transaction, there are certain important aspects related to recording that you must understand clearly. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബില്ല് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. എ ബിൽ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഓൾ ദ പാർട്ടി റിലേറ്റഡ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ആരാണോ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. If the transaction affect the concerned party in any way, as you know that the person who draws the bill of exchange is called the drawer. നമുക്കറിയാം ഡ്രോയർ ആരാണ്, ഡ്രോയി ആരാണെന്നൊക്കെ നമുക്കറിയാം. He is generally a creditor of the person upon whom the bill of exchange is drawn. The person upon whom bill of exchange is drawn is called drawee. He is generally the debtor of the person who draws the bill of exchange. For the drawer who received the bill of exchange after his acceptance of the drawee, the bill of exchange is a bill receivable, since he will receive the payment at the maturity of the bills receivable for asset. For the drawee upon whom the bill of exchange is drawn and who accept it, the bill of exchange becomes a bill payable because he has to make the payment of the amount on maturity of the bill. When the bill will be presented to him, the bills payable are liability. The following procedures is followed for the recording the bill of exchange both in the books of drawer creditor. എന്താണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് രണ്ട് പാർട്ടികൾ തമ്മിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കടമായിട്ട് സാധനം വിൽക്കുന്നതിന് കടമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഒരുപാട് ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കടമായിട്ട് കൊടുക്കുന്ന ആളെ നമ്മൾ ഡ്രോയർ എന്നും വാങ്ങുന്ന ആളെ നമ്മൾ ഡ്രോയി എന്നുമാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡേറ്റ് ഇതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് 3 മാസവും അതുപോലെ തന്നെ 3 എക്സ്ട്രാ ഡേയ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എമൗണ്ട് ബയ്യർ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് സൈഡിൽ നമ്മൾ നോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ബിൽസ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ ബിൽ പേയബിൾ എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ ജേണൽ എൻട്രി ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം കൊടുക്കുന്നുണ്ട്. അത് ജേണൽ, അതായത് ഈ പറഞ്ഞ മേലെ എക്സാമ്പിൾ ജേണൽ എൻട്രീൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെർട്ടിക്കുലർ പ്രോബ്ലം ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്.
any dishonor of a bill. If the acceptor fails to pay the amount of the bill on the due dateലെ ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ the bill is said to have been dishonored. ആ ബില്ല് എന്തായി പോകും? ഡിസോണർ ആയി പോകും. When the bill is dishonored, all the previous transactions in connection with the bill are treated as cancel ആയി പോവുക എന്നുള്ളതാണ്. Hence the acceptor is liable to the drawer to the enrossee, and the enrossee to the bank with which it is discounted. മസ്റ്റ് ബി നോട്ടഡ് വിത്ത് ദ നോട്ടറി പബ്ലിക്. അപ്പോൾ അങ്ങനെ ഡിസോണേർഡ് ബില്ലൊക്കെ ക്യാൻസലായി പോകുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ നോട്ടറി പബ്ലിക്കിൽ നമ്മൾ അറിയിക്കണം എന്നാണ് പറയുന്നത്. വെൻ ദ ഡിസോണേർഡ് ബിൽ ഈസ് നോട്ടഡ് വിത്ത് ദ നോട്ടറി പബ്ലിക്, ഇറ്റ് ഈസ് എ വാലിഡ് എവിഡൻസ് ഓഫ് ഡിസോണർ ആയി എന്നുള്ളൊരു തെളിവാണ്. ദ ഫീ ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഈസ് ടേംഡ് ആസ് നോട്ടിംഗ് ചാർജ്. അപ്പോൾ അവരൊരു ചാർജ് ഫീ ചെയ്യും. ഫൈനൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ചാർജ് പേ ചെയ്യും. ഡ്യൂ ഡേറ്റിന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസോണർ ആയി പോവും, ക്യാൻസലായി പോവും. അപ്പോൾ അതിന് ക്യാൻസലായി പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോട്ടറി പബ്ലിക്കിനെ അറിയിക്കണം. നോട്ടറി പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രൂഫാണ്, വാലിഡ് എവിഡൻസ് ആണത് ഡിസോണർ ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ ഒരു ചാർജ് ഫിക്സ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയും ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. റിന്യൂവൽ ഓഫ് ദ ഡേറ്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ. പുതുക്കി എടുക്കുന്നതിനാണ് നമ്മൾ റിന്യൂവൽ ഓഫ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. റിന്യൂവലിൻ്റെയും തന്നിട്ടുണ്ട്. ഡിസോണർ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. റിന്യൂവൽ രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട്. സ്ക്രോൾ ചെയ്തപ്പോൾ മാറിയതായിരിക്കും. ഇനി ഇൻസോൾവൻസി ഓഫ് ദ എക്സെപ്റ്റർ. ഇൻസോൾവൻസി ഓഫ് ദ എക്സെപ്റ്റർ എന്ന് പറയുന്നത് ഇഫ് ദ എക്സെപ്റ്റർ ഈസ് അൺപേബിൾ ടു മീറ്റ് ഹിസ് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദ കോർട്ട് ഡിക്ലെയർ ഹിം ആസ് ആൻ ഇൻസോൾവെൻ്റ്. അതായത് എന്താണ്, പാപ്പര് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ കോർട്ട് എന്ത് ചെയ്യും, നീ പാപ്പരാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻസോൾവെൻ്റ്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ബുദ്ധിയായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇൻ കേസ് ദ എക്സെപ്റ്റർ ബിക്കം ബാങ്ക്രപ്റ്റ്, ഹിസ് ബിൽ പേബിൾ ആർ കൺസിഡേർഡ് ആസ് ഡിസോണർഡ്. ക്യാൻസലായി പോവുക എന്നുള്ളതാണ്. എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ഇൻസോൾവെൻറ്റ് പേഴ്സൺ പ്രോപ്പർട്ടി വിൽ ബി ഡെബിറ്റഡ് ഇൻ ദ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണെ ഡെബിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ദ ക്രെഡിറ്റർ ഇൻ ദ എക്സെപ്റ്റർ അക്കൗണ്ട് എനി ബാലൻസ് ഇൻ ഹിസ് അക്കൗണ്ട് വിച്ച് ഈസ് ഇർറിക്കവറബിൾ ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ബാഡ് ഡെറ്റ്സ് ആയിട്ട് നമ്മൾ കിട്ടാക്കടം എന്ന് പറഞ്ഞ് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. വട്ടായി പോകുന്നതൊക്കെ മാനസികമായിട്ട് കുഴപ്പം വരുന്ന ആൾക്കാരെയൊക്കെ കോർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യുമല്ലോ കോർട്ട്. അങ്ങനെ മെൻഷൻ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ഇത് പറയുന്നത്. ഓക്കെ, പാപ്പര് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ വട്ടാവുക എന്നുള്ളതാണ് മെയിൻ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി റിട്ടയറിങ് ബില്ല് എന്ന് പറയുമ്പോൾ എന്താണ്, മെച്യൂരിറ്റി കഴിഞ്ഞ് ഡ്യൂ ഡേറ്റ് കഴിയുന്നതിനാണ് നമ്മൾ റിട്ടയറിങ് എന്ന് പറയുന്നത്. സംടൈംസ് ദ എക്സെപ്റ്റർ പേ ദ എമൗണ്ട് ഓഫ് ഹിസ് ബിൽസ് പേബിൾ ബിഫോർ ദ ഡ്യൂ ഡേറ്റിൻ്റെ മുന്നിൽ ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പേയ്മെൻറ്റ് ഓഫ് ബിൽ എമൗണ്ട് ബൈ ദ എക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഡ്യൂ ഡേറ്റിന് മുന്നേ എമൗണ്ട് അടയ്ക്കുന്നതിനെയാണ്, ബില്ല് പേ ചെയ്യുന്നതിനെയാണ് റിട്ടയറിങ് ദ ബിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെന്താണ്, ഗ്രേസ് ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 3 ഡേയ്സും 3 എക്സ്ട്രാ ഡേയ്സും ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു പ്രോബ്ലംസ് നിങ്ങൾ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. രോഹിത് ഡ്രോ എ ബിൽ ഓൺ വിക്രം ഫോർ 10,000 പേയബിൾ 3 months ആഫ്റ്റർ ഡേറ്റ്. ദ ബിൽ ഈസ് ഡ്യൂലി അക്സെപ്റ്റഡ് ബൈ വിക്രം. 1 month ബിഫോർ ഡ്യൂ ഡേറ്റ് വിക്രം മീറ്റ് ദ ബിൽ ആൻഡ് ഗെറ്റ് എ റിബേറ്റ് at 12% per annum. മേക്ക് ജേർണൽ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് രോഹിതും വിക്രമും. അപ്പോൾ രോഹിതും വിക്രമിൻ്റെയും ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ജേർണൽ അറിഞ്ഞിരിക്കണം.
അല്ലേ? അപ്പം തൊട്ട് മേലെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനും എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാനും. അപ്പോൾ 12% ഒക്കെ നമ്മൾ തന്നിട്ടുണ്ട്. 3 എക്സ്ട്രാ മന്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അയയ്ക്കുക. അപ്പോൾ ഞാനിതിൻ്റെ പ്രോബ്ലംസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.